കൊടുംകാട്ടിലൂടെ സഞ്ചരിച്ചു വേണം ക്ഷേത്രാങ്കണത്തിലെത്താൻ. അവിടെ കാവലായി ഒരു ഭഗവതി. നാടിന് കാവലാളായി ഭഗവതി കുടികൊള്ളുന്നു എന്ന് പറയുന്നതിന് പിന്നിലും ഒരു കഥയുണ്ട്. ഈ കൊടും കാട്ടിനുള്ളിലെ വനങ്ങൾ ദേവന്മാരുടെ അംശമാണെന്നാണ് പറയപ്പെടുന്നത്. ദേവിയുടെ അനുഗ്രഹത്തിനായെത്തിയ ദേവഗണങ്ങൾ പിന്നീട് വൃക്ഷങ്ങളും വള്ളിച്ചെടികളുമായി പരിണമിച്ചുവത്രേ. അന്നു മുതൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മരങ്ങളാണ് ഭഗവതിയുടെ കാവലാൾ. അതുകൊണ്ട് തന്നെ മരങ്ങൾ മുറിക്കുകയോ വള്ളികൾ അറുത്തുമാറ്റുകയോ വീണുകിടക്കുന്ന മരങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ഇവിടെ ചെയ്യാറില്ല. പരശുരാമൻ സ്ഥാപിച്ച കാവാണ് ഇരുങ്ങോൾ എന്നാണ് വിശ്വാസം. പരശുരാമൻ്റെ 108 ദുർഗാ ദേവാലയങ്ങളിൽ ഒന്നാണിത്. രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗിയായും രാത്രി ഭദ്രകാളി രൂപത്തിലുമാണ് ദേവി ഇവിടെ കാണപ്പെടുന്നത്.